ഞെട്ടിക്കുന്നത് തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. കാരണം ശബരിമല അവിടുത്തെ തന്ത്രി എന്നൊക്കെ പറയുന്നത് ആചാരപരമായും വിശ്വാസപരമായും ഭക്തർ അത്രയധികം പവിത്രമായി കാണുന്നത് തന്നെയാണ്. തന്ത്രി കുടുംബവും അത്രത്തോളം അങ്ങനെ തന്നെ കാണുന്നതാണ്. ഏതായാലും TV പ്രസാദ് കൂടി ചേരുകയാണ്. പ്രസാദ്, ഇതിലിപ്പോൾ തന്ത്രിയെ പോറ്റി കുടുക്കിയതാണോ അതോ പോറ്റിയെ തന്ത്രി ഉപയോഗിച്ചതാണോ എന്നറിയണം. മാത്രമല്ല തന്ത്രിയുടെ മൊഴികളേറെ നിർണായകമാണ്. ആരിലേക്കൊക്കെ ഇനി അന്വേഷണം നീങ്ങണമെന്നറിയണം. പത്മകുമാർ നൽകിയ മൊഴികൾ, പോറ്റി നൽകിയ മൊഴികളൊക്കെ തന്നെ കുരുക്കാകുന്നു. തന്ത്രിക്ക് ആ ദൈവതുല്യൻ എന്നത് തന്ത്രി തന്നെയാണോ എന്നുറപ്പിക്കണം. അതോ അതിനും മുകളിൽ ഇനി ആളുകൾ ഉണ്ടോ എന്നത് കൂടി അറിയണം. ഏതായാലും അതിനിർണായകമായ നീക്കമാണ് SIT ഇന്നിപ്പോൾ നടത്തുന്നത്, അല്ലേ പ്രസാദ്? ഉറപ്പായും വിനീത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അറസ്റ്റായിരുന്നു. നേരത്തെ നമ്മൾ കണ്ഠര രാജീവർക്കെതിരായ ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടുന്ന സമയത്തും നമുക്ക് അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളെ പോലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വരെ ഒരു പരിധി ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. കാരണം വിശ്വാസികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, അതായത് കൃത്യമായ തെളിവുകൾ നമുക്ക് കയ്യിൽ കിട്ടാത്ത ഒരു ഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ശരിയാണ് എന്ന തലത്തിലേക്ക് വരെ ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നു എന്നതാണ്. അത് വാജിവാഹനവുമായി ബന്ധപ്പെട്ടാണ്. വിനീതയ്ക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ നേരത്തെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതായത് വാജിവാഹനം പെട്ടെന്ന് തിരിച്ചെടുക്കണം എന്നൊരു അപേക്ഷ അത് ദേവസ്വം ബോർഡിന് മുമ്പാകെ വരികയാണ്. ആ അപേക്ഷ സമർപ്പിക്കുന്ന ആൾ ഇപ്പോൾ ഇന്ന് അറസ്റ്റിലായ കണ്ഠര രാജീവരാണ്. കണ്ഠര രാജീവർ എന്ന തന്ത്രിക്ക് എന്തുകൊണ്ടാണ് അന്ന് ഇതിലെനിക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുപോയ ആ വാജിവാഹനം തിരിച്ചേൽപ്പിക്കണം എന്ന് തോന്നുന്നത് എന്നുള്ളതായിരുന്നു അവരുടെ എല്ലാം സംശയം. ഇനിയിപ്പോൾ പഴയ വാജിവാഹനം തന്നെയല്ലേ ഇത്, ഇനിയിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന ഘട്ടത്തിൽ ഇത് വാങ്ങിവെച്ച് വേറെ ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്നുള്ളത് കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്ത് അത് കോടതിയുടെ അനുമതിക്കായി വിടുകയായിരുന്നു. കോടതിയുടെ തീരുമാനത്തിന് ശേഷം അത് വാങ്ങണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നായിരുന്നു പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കാം ആ വാജിവാഹനം തിരിച്ചേൽപ്പിക്കാൻ തീരുമാനിച്ചത് എന്ന സംശയം വലിയ തോതിൽ അന്ന് ഉയർന്നിരുന്നതാണ്. ആ സമയത്തെല്ലാം തന്നെ കണ്ഠര രാജീവരുടെ ദുരൂഹമായ ഇടപെടലുകളെക്കുറിച്ചും അനധികൃതമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും എല്ലാം വലിയ തോതിലുള്ള പരാമർശങ്ങളും ആരോപണങ്ങളും എല്ലാം ഉയർന്നിരുന്നു. ഇപ്പോഴിതാ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അയ്യപ്പൻ കഴിഞ്ഞാൽ രണ്ടാമത് വിശ്വാസികൾ ഏറെ ബഹുമാനത്തോടെയും ആരാധനയും നോക്കുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ കൈവശം വെച്ചത് തന്ത്രി എന്നതുപോലും ഇപ്പോൾ സംശയത്തിനിട നൽകുന്നതാണല്ലേ? ഉറപ്പായും. അതായത് ശബരിമലയിൽ ഒരു തർക്ക വിഷയമുണ്ട് വിനീത. അതായത് ശബരിമലയിലെ യഥാർത്ഥ അധികാരം ആർക്കാണ് എന്നുള്ളത്, അത് ദേവസ്വം ബോർഡിനാണോ അതല്ല എല്ലാ താന്ത്രിക കാര്യങ്ങളിലും അവസാന വാക്കായ തന്ത്രിക്കാണോ എന്നുള്ളത് സംബന്ധിച്ച് അതിപ്പോഴും തർക്കം നടക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതിനിടയിലാണ് നേരത്തെ മഹേഷ് പണിക്കർ വിശദീകരിച്ച കൊടിമരത്തിൻ്റെ കാര്യം വരുന്നത്. കൊടിമരം അവിടെ നിന്ന് എടുത്തു മാറ്റുന്നത് പോലും ദുരൂഹമായിരുന്നു വിനീത. അതായത് ഒരു ദേവപ്രശ്നം വരികയാണ്, പെട്ടെന്നൊരു ദേവപ്രശ്നം വന്ന് ആ ദേവപ്രശ്നത്തിൽ പറയുകയാണ് ഈ കൊടിമരം മാറ്റണം, ഇതിൻ്റെ അടിഭാഗത്ത് ഉറുമ്പും ചെതലും അരിച്ച് അത് മോശമായി കിടക്കുകയാണ് എന്ന്. ആ സമയത്ത് ഈ പ്രശ്നം നടക്കുന്നതിനിടയിൽ ഒരാൾ ഒച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിവശം അങ്ങനെ പോകാൻ സാധ്യതയില്ല, അത് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകൾ ചേർന്ന് അയാളെ മിണ്ടാതാക്കി എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. പിന്നീട് ആ കൊടിമരം അയച്ച് മാറ്റുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അതായത് അതിൻ്റെ അടിഭാഗം അങ്ങനെ പോകുന്നതായിരുന്നില്ല. 1972 ഇതിനു മുമ്പ് കൊടിമരം സ്ഥാപിക്കുന്നത്. അന്ന് കൊടിമരം സ്ഥാപിക്കുന്ന സമയത്ത് വലിയ ഉറപ്പിൽ കോൺക്രീറ്റിലാണ് അത് ചെയ്തത് എന്നുള്ളത് പഴമക്കാർ തന്നെ അന്നേരം പറയുന്നുമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതെ ആ സമയത്ത് ഒരു ദേവപ്രശ്നം വരുന്നു. ആ ദേവപ്രശ്നത്തിലൂടെ ആ കൊടിമരം മാറ്റുന്നു. ആ കൊടിമരത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ളതാണ് ഈ വാജിവാഹനം. ഈ വാജിവാഹനമാണ് പിന്നീട് ആ തന്ത്രിയുടെ കയ്യിലേക്ക് പോകുന്നത്. തന്ത്രി പറയുന്നത് ഇതിന് താനാണ് അവകാശി എന്ന് പറയുന്ന കൊണ്ടുപോവുകയായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് എന്തിനാണ് ആ കൊടിമരം മാറ്റിയതെന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. ആ വാജിവാഹനത്തിന് പകരം പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള പഴയ വാജിവാഹനം മാറ്റി എന്തിനാണ് പുതിയതൊന്ന് സ്ഥാപിച്ചതെന്ന ചോദ്യം അന്ന് തന്നെ ഉയരുന്നുണ്ട്. ഇപ്പോൾ ശബരിമലക്കുള്ള സമയത്ത് ഒന്നുകൂടി ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല പഴയ കൊടിമരത്തിൻ്റെ സ്വർണം പൊതിഞ്ഞ പറകൾ, ആ പറകൾ ഇന്നും ആരും കാണുന്നില്ല എന്നുള്ളതാണ്. മുൻ തിരുവാഭരണം കമ്മീഷണർമാരോടൊക്കെ ചോദിക്കുമ്പോൾ അത് ഏതെങ്കിലും സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പോലും കൃത്യമായ മറുപടിയില്ല. കൊടിമരത്തിൻ്റെ കാര്യത്തിൽ തീർന്നില്ല വിനീത. അതിൻ്റെ അടിഭാഗത്ത് ഒരു അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങൾ അടങ്ങിയ ഒന്നുണ്ട്. ആ സാധനവും അവിടെ നിന്ന് മാറ്റി പുതിയ അഷ്ടദിക്പാലകരുടെ വിഗ്രഹമാണ് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ വാജിവാഹനവും അഷ്ടദിക്പാലകരും ഈ കൊടിമരത്തെ പൊതിഞ്ഞിരിക്കുന്ന പറകളുമെല്ലാം
വിവരങ്ങളെല്ലാം എന്തിനാണ് മാറ്റിയതെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇതുവരെ കിട്ടിയില്ല വിനീത. മാത്രവുമല്ല, ഈ കൊടിമരം വന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകളിൽ നിന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയിൽ നിന്നുൾപ്പെടെ സ്വർണം ശേഖരിച്ചുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിനൊരു കയ്യും കണക്കുമില്ല ശബരിമലയിൽ എന്നുള്ളതാണ്. ഇതിനെല്ലാം മൗനാനുവാദം നൽകി ആദ്യാവസാനം അവിടെ നിൽക്കുന്നത് തന്ത്രിയാണ്, കണ്ഠരര് രാജീവരാണ്. ഇനിയിപ്പോൾ കണ്ഠരര് രാജീവര് അത്തരം വിഷയങ്ങളിലേക്ക് അന്വേഷണം പോകുമോ എന്ന കാര്യം നമുക്കറിയില്ല. പക്ഷേ ദുരൂഹമായ ഒരുപാട് ഇടപാടുകൾക്ക് സാക്ഷിയാണ് കണ്ഠരര് രാജീവർ എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ. മറ്റേത് സർക്കാർ സംവിധാനത്തിലും ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കണമെങ്കിൽ അവിടെ ഒരു ടെൻഡർ ഉണ്ടാകും, അവിടെ ഒരു മത്സരം ഉണ്ടാകും. ആ ടെൻഡറിന്റെ ഭാഗമായി സുതാര്യമായിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇവിടെ ദേവസ്വം ബോർഡ് പോലും പലപ്പോഴും അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള സ്പോൺസർമാരെ കൊണ്ടുചെന്നുകൊണ്ടാണ് കോടികൾ ഇടപാട് നടത്തുന്നത്. അതിൻ്റെ പഴയ സാധനങ്ങൾ അവിടെ കാണാനുമില്ല. ഉദാഹരണത്തിന് കൊടിമരം മാറ്റുന്ന സമയത്ത് അതിനോട് ചേർന്നുള്ള 2 പടുകൂറ്റൻ മണികളുണ്ട്, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള. ആ മണികൾ ഉണ്ടാക്കിയ ആൾ നേരത്തെ നമ്മളോട് സംസാരിച്ച മഹേഷ് പണിക്കരുടെ മുത്തച്ഛനാണ്. ആ മണികൾ അവിടെ നിന്ന് മാറ്റേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. അവിടെ പുതിയ മണികൾ സ്ഥാപിക്കുന്നു. ആ പുതിയ മണി സ്ഥാപിച്ചതിൽ ഒരാൾ അജി എന്ന് പറയുന്ന ആളാണ്. ഈ സംഭവവുമായി ബന്ധമുണ്ട്. അജി ഇന്ന് ജീവിച്ചിരിപ്പില്ല. അജിയുടെ ഭാര്യ നേരത്തെ നമ്മുടെ പ്രതിനിധി ലേബിയോട് സംസാരിക്കുന്നത് നമ്മൾ വാർത്തയായി നൽകിയിട്ടുള്ളതാണ്. അങ്ങനെ 2 മണി ദുരൂഹമായ സാഹചര്യത്തിൽ മാറ്റുന്നു, പുതിയത് അവിടെ കൊണ്ടുവരുന്നു. പഴയത് എവിടെയെന്ന് ആരും കാണുന്നില്ല. ശബരിമലയിലെ തിരുവാഭരണ പെട്ടി 2008 അത് മാറ്റുന്നു. പിന്നീട് 18 പടികളും മാറ്റുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ യോഗദണ്ഡ് മാറ്റുന്നു. അതുപോലെ അഷ്ടദിക്പാലകരെ മാറ്റുന്നു, വാജിവാഹനം മാറ്റുന്നു, കൊടിമരം മാറ്റുന്നു. ഇതെല്ലാം മാറ്റിയത് എന്തിനാണ് എന്ന ചോദ്യമാണ് വിനീത. ഇതിലൊരു പ്രശ്നമുള്ളത്, ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നതിന് ശേഷമാണ് എന്നുള്ളതാണ്. 2007 കണ്ഠരര് രാജീവർക്ക് താന്ത്രിക അവകാശമുള്ള ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന്, അതായത് കണ്ഠരര് രാജീവരിന്റെ മുത്തച്ഛൻ താന്ത്രിക ഇത് ചെയ്യുന്ന അതേ അമ്പലമാണ് ബംഗളൂരുവിലെയും. അവിടെ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിക്കുന്നത്, കീഴ്ക്കഴകമായിട്ട് അവിടെ ചുമതല കൊടുക്കുന്നത്. പിന്നീട് കീഴ്ക്കഴകം എന്ന ചുമതലയിൽ നിന്ന് മാറി ഇതര സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന സമ്പന്നരായ അയ്യപ്പ ഭക്തരിൽ നിന്ന് പണം ഈടാക്കിക്കൊണ്ട് സ്പോൺസർ എന്ന പേരിൽ പലതും ചെയ്യുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പിന്നീട് അവിടുത്തെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലും അവസാന വാക്കായി നിൽക്കുന്നത്. അപ്പോഴും പോറ്റിയെ നിയന്ത്രിച്ചിരുന്നത് കണ്ഠരര് രാജീവരാണോ എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള തെളിവെന്ന് പറയുന്നത് അത് ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റിയതിലും കട്ടിളപ്പടിയിലെ സ്വർണം കൊള്ള ചെയ്തതിലുമുള്ള കണ്ഠരര് രാജീവരുടെ പങ്കാണ് എന്നുള്ളതാണ്. തീർന്നില്ല വിനീത, ഇനിയുമുണ്ട് കാര്യം. അതായത് ഇപ്പോൾ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന റോത്തം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധൻ ഉണ്ടല്ലോ, ഗോവർദ്ധന്റെ അടുത്ത് നിന്ന് കുറച്ച് സ്വർണം പിടിച്ചിരുന്നു. അന്ന് തൊണ്ടി മുതൽ എന്നാണ് ആദ്യം പ്രത്യേക സംഘം പറഞ്ഞത്. പക്ഷെ അത് തൊണ്ടി മുതലല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ആ ഗോവർദ്ധന്റെ വീട്ടിൽ ശബരിമലയിലെ നിലവിലുള്ള തന്ത്രി മഹേഷ് മോഹനര് അവിടെ പൂജ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി പറയുന്നത് ശബരിമലയിലെ ചൈതന്യം ഉള്ളിടത്ത് തന്ത്രിമാർ തന്നെ പോയി പൂജ ചെയ്താൽ മാത്രമേ അതിന്റെ ഫലമുണ്ടാകൂ എന്നൊരു വിശ്വാസം വിശ്വാസികൾക്കിടയിലുണ്ട്. അങ്ങനെ 2023 ജൂലൈ മാസത്തിൽ മഹേഷ് മോഹനര് അവിടെ പോയി പൂജ ചെയ്തു. ആ വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു. നമ്മുടെ പ്രതിനിധി പ്രവീൺ ആ മഹേഷിനോട് ചോദിച്ചു, മഹേഷ് കണ്ഠരരോട് ചോദിച്ച സമയത്ത് മഹേഷ് പറഞ്ഞത് പോറ്റി വഴിയാണ് പോയത് എന്നുള്ളതാണ്. അതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് തനിക്കറിയില്ല. പോറ്റി പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് വിനീത. ഇതിൽ ദുരൂഹമായി ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. തന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെ ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നതിന്റെ തെളിവിലേക്ക് കണ്ഠരര് രാജീവരുടെ കാര്യം പോവുകയാണ്. റോത്തം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധന്റെ വീട്ടിലും ജ്വല്ലറിയിലും പോയി മഹേഷ് മോഹനര് എന്തിനു പൂജ ചെയ്തു എന്ന ചോദ്യത്തിന് ഇപ്പോഴും മഹേഷ് മറുപടി നൽകിയിട്ടുമില്ല. കണ്ഠരര് രാജീവരിലേക്ക് തിരിച്ചു വന്നാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തെളിയാനുണ്ട് എന്ന് തന്നെയാണ് പൊതുജനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടവരും വിശ്വസിക്കുന്നത് വിനീത. അതാണ് എല്ലാം തന്ത്രിയുടെ തന്ത്രമോ എന്നതാണ് നമുക്കറിയേണ്ടത്. ദൈവതുല്യനായ ആളാണോ അറസ്റ്റിലായിരിക്കുന്നത്, അതോ ഇനി മറ്റൊരാൾ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെയും അറിയണം. തന്ത്രിയുടെ മൊഴികൾ ഏതായാലും മുൻ തന്ത്രിയുടെ മൊഴികൾ ഏതായാലും നിർണായകം തന്നെയാണ്. ടി വി പ്രസാദും റോഷിപാലും ഹരിമോഹനും സൈകുമാറും ഞങ്ങളുടെ പ്രതിനിധികളും വിവരങ്ങളുമായി തയ്യാറാണ്. മറ്റ് അപ്ഡേറ്റുകളുണ്ട്.